distribution properties and fitting of binomial distribution ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് പറയാൻ പോകുന്നത്. പോസോൺ ഡിസ്ട്രിബ്യൂഷൻ, ഡിസ്ക്രീറ്റ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ് is said to follow the Poisson distribution with the parameter m, where m greater than 0, if its probability density function is f of x equal to e raised to minus m into m raised to x by x factorial, where x equal to 0, 1, 2, 3, etc. up to infinity equal to 0 elsewhere. Poisson distribution, discrete distribution ആണ് Poisson distribution. Poisson distribution the probability density function എന്ന് പറയുന്നത് f of x equal to e raised to minus m into m raised to x divided by x factorial, where x equal to 0, 1, 2, 3, etc. up to infinity. x എന്ന് പറയുന്നത് occurrence of success, m എന്ന് പറയുന്നത് Poisson distribution പാരാമീറ്റർ ആണ് m എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, m greater than 0 ആയിരിക്കും. x ന്റെ വാല്യൂ 0, 1, 2, 3, etc. up to infinity-യിൽ ഈ വാല്യൂ ആയിരിക്കും, അല്ലാത്തപ്പോഴെല്ലാം 0 ആയിരിക്കും. ഇതാണ് Poisson distribution-ന്റെ probability density function. ഇനി Poisson distribution നമ്മൾ രണ്ട് കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനെ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് പോസോൺ ഡിസ്ട്രിബ്യൂഷനിൽ നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുന്നത് n ആണ്. നമ്പർ ഓഫ് ട്രയൽസ് ഈസ് വെരി ലാർജ്, നമ്പർ ഓഫ് ട്രയൽസ് ഈസ് വെരി ലാർജ്, ദാറ്റ് ഈസ് n turns to infinity. Very large എന്ന് പറയുന്നത് tends to infinity. നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ x ന്റെ വാല്യൂ 0, 1, 2, 3, etc. up to n ആണ്. ഇവിടെ 0, 1, 2, 3, etc. up to infinity. n ന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുവരും. n is very large. Then second condition, the probability of success in each trial. Probability of success is denoted by p. The probability of success in each trial is very small, that is nearly equal to 0, very small or tends to 0, such that np equal to m is finite. ഇതാണ് രണ്ട് കണ്ടീഷൻസ്. നമ്മളുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ഈ രണ്ട് കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്ട്രിബ്യൂഷൻ പോസോൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. and is very large, and that is n tends to infinity, and the probability of success in each trial is very small, such that np equal to m is finite. np നമുക്കറിയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ ആണ് np എന്ന് പറയുന്നത്. np equal to m is finite. Then നമ്മളിത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ലിമിറ്റിംഗ് കേസ് ആണ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ പോസോൺ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനിൽ ഈ കണ്ടീഷൻസ്, ഈ രണ്ട് കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ബൈനോമിയലിൻ്റെ അതിന് വേണ്ടിയിട്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതാം. Binomial distribution, the probability density function is f of x and p. Binomial distribution, the probability density function and f of x and p will denote f of x and p equal to ncx p raised to x q
NCX നമുക്കറിയാം. NCX is n factorial divided by n minus x factorial into x factorial into p raised to x q raised to n minus x. That is equal to n factorial എന്ന് പറയുന്നത് നമുക്കറിയാം n into n minus 1 into n minus 2 into etc. 2 into 1. That is n into n minus 1 into n minus 2 into etc. 2 into 1 divided by n minus x factorial into x factorial p raised to x into q raised to n minus x. അതുപോലെ തന്നെ എഴുതാം. ഇവിടെ നോക്കാം. ഇവിടെ n into n minus 1 into n minus 2 into etc. 2 into 1 divided by n minus x factorial. n minus x factorial എന്ന് പറയുന്നത് എങ്ങനെയാണ്? n minus x into n minus x minus 1 into n minus x minus 2 into etc. 2 into 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് n minus x factorialഉം ന്യൂമറേറ്ററിലെ n minus x factorialഉം അല്ലെങ്കിൽ n minus x വരെയുള്ള ടേംസ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അതായത് ഇതിന്റെ ഇടയിൽ വരുന്ന ഒരു ടേം ആണ് n minus x എന്ന് പറയുന്നത്. This n factorial എന്ന് പറയുന്നത് n into n minus 1 into n minus 2 into etc. n minus x into etc. 2 into 1 ആണ്. ഈ n minus x factorialഉം ഈ n minus x factorialഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് n into n minus 1 into n minus 2 into etc. n minus x minus 1. n minus x minus 1 എന്ന് എഴുതാൻ കാരണം n minus 1 into n minus 2 into etc. n minus x plus 1 ആണ് വരുന്നത്. ഇവിടെ n minus x ആണ്, അടുത്തിട്ട് n minus x plus 1 ആണ് വരുന്നത്. n minus x plus 1 എന്ന് പറയുന്നത് എങ്ങനെ വരും? n minus of x plus 1 is equal to n minus x minus 1. ഇങ്ങനെയാണ് നമുക്ക് n minus x minus 1 എന്ന് വരുന്നത്. n minus x minus 1 divided by x factorial into p raised to x q raised to n minus x. ഇവിടെ നോക്കാം. ഈ n minus 1 into n minus 2 into etc. n minus x minus 1 ഇത് ഇത്രയും എത്ര ടേംസ് വരുന്നുണ്ട്? x minus 1 ടേംസ് ആണ് വരുന്നത്. x minus 1 ടേംസ്. ഈ ഒരു ടേം കൂടി കൂടുമ്പോൾ x ടേംസ് വരും. ഈ x ടേംസിൽ നിന്നും ഞാൻ n ഔട്ട്സൈഡ് എടുക്കുകയാണ്. ഇപ്പോൾ വരുന്ന ഫസ്റ്റ് ടേമിൽ n ഉണ്ട്, ഇവിടുത്തെ n, ഇവിടുത്തെ എക്സെട്ര x minus 1 സോറി x ടേമിൽ n. That is n into n into etc. n. x times n multiply ചെയ്യും. That is n raised to x. n raised to x into n. Sorry. ഈ ഫസ്റ്റ് ടേമിൽ നിന്ന് ഇവിടുന്ന് ഈ n raised to x ഉൾപ്പെടും. അപ്പോൾ ഇവിടെ 1 into ഇവിടുന്ന് ഈ ടേമിൽ നിന്ന് n ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എങ്ങനെയാണ്? 1 minus 1 by n എന്ന് വരും. 1 minus 1 by n. Similarly, next term 1 minus 2 by n etc. 1 minus x minus 1 by n into p raised to x into q raised to n minus x divided by x factorial. This is equal to ഇവിടെ നോക്കാം. ഇവിടെ n raised to x ഉണ്ട്, p raised to x ഉണ്ട്. So n raised to x into p raised to x നെ നമുക്ക് np raised to x എന്ന് എഴുതാം. a raised to m into b raised to m എന്നുള്ളതിനെ നമുക്ക് ab raised to m എന്ന് എഴുതാം. That is np raised to x എന്ന് എഴുതാം. This 1 ബാക്കിയുള്ളത് അതുപോലെ തന്നെ എഴുതാം. 1 minus 1 by n into 1 minus 2 by n into etc. 1 minus x minus 1 by n all divided by x factorial into np raised to x into q raised to n minus x. np the whole raised to x into q raised to n minus x. ഇനി ഇവിടെ മുതലാണ് നമ്മൾ കണ്ടീഷൻ
അപ്ലൈ ചെയ്യുന്നത് എൻ പി ഈക്വൽ ടു എം കൊടുക്കുകയാണ്. എൻ പിക്ക് എം എന്ന് ഇക്വേറ്റ് ചെയ്യാണ്. കണ്ടീഷൻ കൊടുക്കുകയാണ് എൻ പി ഈക്വൽ ടു m. Therefore P equal to m by n. P equal to m by n വന്നു കഴിഞ്ഞാൽ നമുക്ക് Q എങ്ങനെ എഴുതാം? Q equal to 1 minus P ആണ്. 1 minus P is 1 minus m by n. ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 minus 1 by n into 1 minus 2 by n into etc. 1 minus x minus 1 by n divided by x factorial into np the whole raised to x. np ഞാൻ m denote ചെയ്ത് m raised to x into q എന്ന് പറയുന്നത് 1 minus m by n the whole raised to n minus x. നമ്മൾ ഒരു കണ്ടീഷൻ കൊടുത്തു np equal to m np is very small എന്നുള്ള കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി ചെയ്യാൻ പോകുന്നത് taking limit as n tends to infinity, n is very large എന്നുള്ള കണ്ടീഷനാണ് ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. taking limit as n tends to infinity, n ലിമിറ്റ് എടുക്കുകയാണ്, രണ്ട് സൈഡിൽ ലിമിറ്റ് എടുക്കുകയാണ്. ലിമിറ്റ് as n tends to infinity, n tends to infinity എടുക്കുമ്പോൾ limit as n tends to infinity f of x and p equal to p is small then f of x എന്ന് എഴുതിയാൽ മതി. f of x and p equal to limit as n tends to infinity, this right hand side എടുക്കുന്നത് മുഴുവനായിട്ട് വരും. ഇവിടെ നോക്കാം m raised to x, n-നാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. n tends to infinity അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള ടേംസിനെ നമുക്ക് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇവിടെ m raised to x എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് n ആണ്, x ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് n ആണ്. അപ്പോൾ അത് രണ്ടും ഞാൻ ലിമിറ്റിന് ഔട്ട്സൈഡ് എടുക്കുകയാണ്. m raised to x by x factorial into limit as n tends to infinity 1 minus 1 by n into 1 minus 2 by n into etc. 1 minus x minus 1 by n into 1 minus m by n the whole raised to n minus x. Then limit apply ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് limit as n tends to infinity raised to x by x factorial. ഇവിടെ limit as n tends to infinity 1 minus 1 by n, limit as n tends to infinity 1 minus 1 by n എന്ന് പറയുന്നത് 1 ആണ്. n ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1 by infinity is 0, limit as n tends to infinity 1 വരും, 1 by infinity വരും, that is equal to 1. അതായത് limit as n tends to infinity 1 minus 1 by n is 1, limit as n tends to infinity 1 minus 2 by n എന്ന് പറയുന്നത് 1 ആണ്, etc. limit as n tends to infinity x minus 1 by n എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് 1 into 1 into 1 etc. 1 into അടുത്ത ടേമിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. limit as n tends to infinity 1 minus m by n the whole raised to n minus x. ഇവിടെ നോക്കാം 1 minus m by n the whole raised to n minus x നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 1 minus m by n the whole raised to n into 1 minus m by n the whole raised to minus x എന്ന് എഴുതാം. Then നമുക്ക് വേണ്ടത് limit as n tends to infinity 1 minus m by n the whole raised to n
നമുക്ക് അറിയാവുന്ന ഒരു ഫോർമുലയുണ്ട്, ലിമിറ്റിന്റെ കണ്ടീഷൻ ഉണ്ട്. ലിമിറ്റ് as n tends to infinity 1 minus x by n, sorry 1 plus x by n the whole raised to n equal to e raised to x. 1 plus x by n the whole raised to n equal to e raised to x. ഇവിടെ നമുക്ക് കിട്ടുന്ന ഈ ടേം നോക്കുക. ലിമിറ്റ് as n tends to infinity 1 plus minus m by n the whole raised to n equal to, ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ലിമിറ്റ് എങ്ങനെ എഴുതാം? e raised to minus m എന്ന് എഴുതാം. അടുത്ത ടേമിന്റെ ലിമിറ്റ് as n tends to infinity 1 minus m by n the whole raised to minus x is equal to, ഇവിടെ n ന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്, n ന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1 വരും, അതായത് m by infinity വരും. m by infinity is 0, 1 കിട്ടും. 0 raised to minus x is 0 വരും. അപ്പോൾ ലിമിറ്റ് as n tends to infinity this term എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് മനസ്സിലാക്കുക. That is e raised to minus m into 1. This is equal to e raised to minus m. അപ്പോൾ ഇതിവിടെ അപ്ലൈ ചെയ്യാം. That is equal to m raised to x by x factorial into 1 into 1 into 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. ലിമിറ്റ് as n tends to infinity 1 minus m by n the whole raised to n minus x ന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് e raised to minus m. e raised to minus m. Therefore, this is equal to e raised to minus m into m raised to x divided by x factorial. X equal to 0, 1, 2, 3 etc. up to infinity. n ന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് എന്താണ്? പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. ഇപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. നമുക്ക് കിട്ടിയത് ഇപ്പോൾ പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. Therefore, Poisson distribution is a limiting case of binomial distribution. Binomial distribution ന്റെ limiting case ആണ് Poisson distribution എന്ന് പറയുന്നത്. ഏത് കണ്ടീഷൻ അപ്ലൈ ചെയ്യണം? രണ്ട് കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോഴാണ്, രണ്ട് കണ്ടീഷൻ വരുന്നത് കൊണ്ടാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ലിമിറ്റിംഗ് കേസ് ആണ് Poisson distribution എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? n is very large, that is n tends to infinity, and the probability of success p is very small such that np equal to m. The m is finite and m greater than 0. Okay, thank you.